നീയാണോ ചെയ്തത്? അതെ. ഒറ്റയ്ക്കായിരുന്നോ ഗ്രൂപ്പാ? ഒറ്റയ്ക്കായിരുന്നു. എന്തിനവളെ കൊന്നു? മുമ്പ് കേസുകളുണ്ടോ? അത് നീ മുമ്പ് ചെയ്ത തൊട്ടിത്തരങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ കേട്ട് എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല ചോദിച്ചത്. കേസിൽ നൂരിത്തരാൻ വല്ല വകുപ്പുണ്ടോന്ന് അറിയാനാടാ പുല്ലേ. സോറി സാർ, പ്ലീസ് പറയടാ അങ്ങോട്ടോ. തള്ളടി. സാർ മരിച്ചു. ഏയ് ചത്താലും സാരമില്ല, മാറിവിടെ. എങ്ങനെയാ പുറത്തായത്? എന്തു ചെയ്താലും അത് അപ്പൊ തന്നെ മീഡിയക്കാർ അറിയുമല്ലോ സാർ. ഈ മീഡിയക്കാരുടെ കാര്യം എങ്ങനെയാ? 10 ലക്ഷം പേർക്ക് സാരി വിതരണം ചെയ്ത 10 ലക്ഷം പേർക്ക് സാരി വിതരണം ചെയ്തത് UK ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് സ്ക്രോളിംഗിൽ ഇത്രയുണ്ടാവും. എന്നാൽ ഒരു സാരി അഴിച്ചു നോക്ക്, അന്ന് മുഴുവൻ അതൊരു വലിയ ന്യൂസ് ആയിരിക്കും. സാരി വലിച്ചഴിച്ചു, വലിയ എക്സ്ക്ലൂസീവ്. അപ്പൊ ആ ന്യൂസാണ് ന്യൂസൻസ് ആയത്. അല്ലെങ്കിലും ന്യൂസ് എപ്പോഴും ന്യൂസൻസ് ആണല്ലോ. അതിരിക്കട്ടെ പ്രൊഫസർ, ആ വണ്ടൻമേട് ടീ ഫാക്ടറിക്ക് അടുത്തുള്ള 30 ഏക്കർ ഇപ്പോഴും ഉണ്ടോ അതോ വിറ്റോ? വിറ്റിട്ടില്ല സാർ, എന്റെ പേരിലുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. താങ്ക് യു സാർ. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? എന്റെ മോക്ക് കോളേജ് ഫീസ് പോലും അച്ഛനാ കൊടുത്തിരുന്നത്. രാവിലെ കോളേജിലേക്ക് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയതാ എന്റെ മോള്. മെഡിസിന് ചേരണം എന്നുള്ളായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാം പോയി. കൊന്നുകളഞ്ഞില്ലേ അവരെന്റെ മോളെ? അവർക്ക് ശിക്ഷ കിട്ടിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടില്ല. എന്നാലും ന്യായം നടപ്പാകണം മോളെ. ഈ കേസിനെ സംബന്ധിച്ചുള്ള ഏത് വിഷയത്തിനും എന്റെ സഹായം ഉണ്ടാവും. എന്റെ അച്ഛൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെ ഞാനും ചെയ്തിരിക്കും. മൂർത്തി മേഡം, നമ്മുടെ ലോയറിനെ വിളിച്ച് ഈ കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും സാക്ഷികളും കളക്ട് ചെയ്യണം. യെസ് മേഡം. ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ. കണ്ണാ, ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യ, ഇന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിക്കും. എന്തബദ്ധമാ? പെണ്ണിനെ നോക്കാൻ അവള് പറഞ്ഞു വിട്ടിരിക്കല്ലേ. അബദ്ധമല്ല, അത്ഭുതം ഉണ്ടാവുന്നത്. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാവുന്ന വാഗ്ദാനം തന്നിരുന്നു. പക്ഷേ കുടിവെള്ള പ്രശ്നം മാത്രം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പൈപ്പ് ലൈനിന് 80 ലാഖ് സാങ്ഷൻ ആയിട്ടുണ്ട്. ഒരു പ്രശ്നത്തെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ആരും ഈ നാട്ടിൽ വിഷമിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. Hey MLA madam, I love you. ഇവനെന്തിനാ ഇവിടെ വന്നത്? എനിക്ക് മാഡത്തെ പെരുത്ത് ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോ ജീവിക്കുന്നതിന് മാഡത്തിന് വേണ്ടിയാ. പേടിക്കണ്ട, നമ്മുടെ പാർട്ടിക്കാരൻ തന്നെയാ. കറക്റ്റ്, നമ്മുടെ പാർട്ടിയാ. നിങ്ങൾ പോയിക്കോ, മാഡം പറഞ്ഞ കേട്ടില്ലേ? നിന്റെ പേരെന്താടാ? കണ്ണൻ. കണ്ണൻ. നീ എന്താ ചെയ്യുന്നേ? നിന്നെ ലൈൻ അടിച്ചോണ്ടിരിക്കുക. അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്കെന്നെ? ഓരോ നിമിഷം കഴിയുന്നവരും വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കാട്ടോ. എന്താ പറഞ്ഞേ? വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കാന്ന്. എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്താ വോട്ടിന് വേണ്ടി നീ ഇങ്ങനെ നടന്നിട്ടില്ലേ? നീ അവസരം ചോദിച്ചു, ഞാൻ അവസരം തന്നു. ഡിമാൻഡ് സപ്ലൈണ്. ഓ, നിന്റെ ഒറ്റ വോട്ട് കൊണ്ടാണ് ഞാൻ വിന്നറായതല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിലും അതല്ലേ കറക്റ്റ്. അന്ന് നീയല്ലേ വെറുതെ വന്ന് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് പോയത്? ഞാൻ കുഴപ്പമുണ്ടാക്കിയെന്നോ? അതെ, ഇലക്ഷൻ പ്രചരണത്തിന് ശ്രീനഗർ കോളനിയിൽ വന്നില്ലേ? വന്നു. ടോപ്ലെസ് ജീപ്പിൽ കയറിയില്ലേ? കേറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. തന്നില്ലേ? നിങ്ങൾ എന്റെ സ്വന്തമാ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. ഈ അത് മണ്ഡലത്തിലുള്ള മൊത്തം ആളുകളോടാ. നീ അവരോടാ പറഞ്ഞെങ്കിലും കറക്റ്റ് ആയിട്ട് എനിക്ക് അത് കൊണ്ടേ. നിന്നെ ഞാൻ ആൾക്കാർ നോക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. MLA മാഡം, ഐ ലവ് യു ഡാ. കൊന്നുകളെ നിന്നെ ഞാൻ. ഫാൻസിന്റെ ഫീലാണ് പെണ്ണേ, കൊല്ലല്ലേ?